ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പരിപാടിയൊന്നും ഉണ്ടായില്ല. നേരെ നമ്മൾ ഒരു കറങ്ങാൻ ഇറങ്ങിയത് നേരെ പെരുമ്പാവൂർക്കാണ് വിട്ടത്. പെരുമ്പാവൂർ ഭംഗിയുള്ള സ്ഥലങ്ങൾ നോക്കിപ്പോയി. അങ്ങനെ വിചാരിച്ച് ഇരിങ്ങോൽക്കാവ് വരെ പോയിട്ടില്ലാന്ന് വിചാരിച്ച് ഇരിങ്ങോൽക്കാവിലേക്ക് ഞാനും കൂട്ടുകാരനോട് എന്നാൽ പോകാമെന്ന് വിചാരിച്ച് നേരെ അങ്ങോട്ട് ചെന്ന്. സ്ഥലം നല്ല കാണാൻ നല്ല വൈബാണ് കേട്ടോ. നമ്മൾ മൊബൈലിൽ കാണുമ്പോൾ ഇൻസ്റ്റയിലൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരു സൈഡ് മാത്രമേ കാണാറുള്ളൂ. ഫുൾ സൈഡ് ആരും അങ്ങനെ വീഡിയോ ഇടാത്തതാണ്. ഫുൾ ഇടാൻ പറ്റില്ല, അത്രയും ഏരിയ ഉണ്ട്. ഏക്കറാണെങ്കിൽ സ്ഥലമാണ്. എന്താ 56 ഏക്കറിലാണ് ഈ വനം നിൽക്കുന്നത്. ഈ വനത്തിൻ്റെ നടുവിലാണ് ഈ ക്ഷേത്രം കാണാനൊക്കെ എന്ത് ഭംഗിയാണെന്നറിയാം. നല്ല പഴയ കാലത്തൊരു ഇതാണ്. എന്നാലും നല്ല നീറ്റാണ്. ഇതിന് പ്രത്യേകത അതിൻ്റെ അകത്ത് വന്ന് ഇങ്ങനെ നിൽക്കുന്ന കിടക്കാം. പോരാൻ തോന്നുന്നില്ലെങ്കിൽ അവിടെ കയറിയിട്ട് നല്ല തണലുമാണിത്. എല്ലായിടത്തും അങ്ങനെ വരുന്നില്ല. നല്ല ഫുൾ പച്ചപ്പാണ്, ഫുൾ കാട്. ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കിളികളൊക്കെ മാത്രം കരയണ സൗണ്ട് കേൾക്കാം. ഇത് ഒരു സൈഡാണിത്, 3 വശമുണ്ട് ഇതിന്. അപ്പുറത്തെ സൈഡിൽ കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ കാടിൻ്റെ അകത്തു കൂടി തന്നെ പുറത്തിറങ്ങാം. അതിങ്ങനെ പോയേക്കാണ് കാടിങ്ങനെ ഉള്ളിലേക്ക് പോകുന്നിടം വേരുകളാണ് മരത്തിൻ്റെ. അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി തട്ടാണ്ടൊക്കെ നോക്കി പോകണം. കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വഴി ചെറുതായിട്ട് കൊടുങ്കാടിൻ്റെ അകത്തോട്ട് പോകണത്. ഇപ്പം ഞങ്ങൾ വന്ന സമയത്ത് വേറൊരു ബസ്സിന് പുറത്തെ ടീമാണ് വന്നിട്ടുണ്ട്. അവർ കുറച്ച് പേര് ഈ സൈഡിലുണ്ട്. ഞങ്ങൾ അപ്പുറത്ത് കാടിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അവർ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു കൂവായിരുന്നു. കൂവിട്ട് എന്തോ വലിയ കാടിൻ്റെ ഉള്ളിൽ കയറി പോകണ പോലെയാണ്. വലിയ കാടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. നല്ലൊരു ഇതാണ്, നല്ല ചൈതന്യമുള്ളൊരു ദേവീക്ഷേത്രമാണ്. പക്ഷെ ഇത് കാണാനുണ്ട്. മറ്റേ സ്റ്റോറിയിലൊക്കെ കാണുന്ന പോലെ, സ്റ്റോറി കാണും പോലെ അല്ല. ക്ഷേത്രം ഇവിടെ ഒന്ന് കാണാൻ ഒരുപാടുണ്ട്. നല്ല കാടും നല്ല പഴയ കാലത്തെ ഭംഗിയൊക്കെയാണ്. നല്ല നീറ്റാണ് കേട്ടോ പരിസരങ്ങളൊക്കെ. ഇവിടെ കുറേ പ്രത്യേകതയുള്ള ക്ഷേത്രമാണിത്. ഇവിടെ ഉത്സവത്തിന് എന്തോ പിടിയാനൊക്കെയാണ് ഈ ക്ഷേത്രത്തിൽ. പിന്നെ ഇവിടുത്തെ മെയിൻ എന്തോ ഇത് മുല്ലപ്പൂ ചൂടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വരാൻ പാടില്ല ഈ ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട്. എന്തോ ദേവിയുടെ ഇതുണ്ട്. ഇതെന്തോ വനദുർഗ എന്ന് പറഞ്ഞിരിക്കുന്ന ദേവി. ഇവിടെ ആളുകളൊക്കെ വന്ന് ഓപ്പോസിറ്റ് സൈഡിലൊക്കെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കറങ്ങിയിട്ട് അമ്പലം ഇതുപോലെ തന്നെ ഇതുള്ള അമ്പലം, ചുറ്റമ്പലമാണിത്. ചുറ്റും ഇങ്ങനെ കറങ്ങാം. ഇതിൻ്റെ നേരെ ഇപ്പം ഞങ്ങൾ സൈഡ് വഴിയാണ് കയറിയത്. ഓപ്പോസിറ്റ് സൈഡിൽ നേരെ ഫ്രണ്ട് വശം കറങ്ങി വരുമ്പോൾ ഫ്രണ്ട് വശമാണ് നേരെ സ്റ്റെപ്പൊക്കെ ഉള്ളത്. സൈഡ് വഴി അങ്ങനെ അധികം സ്റ്റെപ്പില്ല. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് വേറെ അപ്പുറം വഴിയുണ്ട്. ആ വഴിയൊക്കെ നല്ല കാണാൻ നല്ല ഉണ്ട് കേട്ടോ. സംഭവം നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകതയാണ്. ആളുകൾ ഒരുപാട് ഫോട്ടോ എടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ, നമ്മുടെ ഉള്ളിലൊക്കെ. ഇതിൻ്റെ ബാക്ക് സൈഡ് അപ്പുറ സൈഡിലൊക്കെ ആളുകൾ കൂവുന്ന സൗണ്ടൊക്കെ കേൾക്കാം. നല്ല അടിപൊളിയാണ്. ശരിക്കും മഴയത്ത് വന്നു കഴിഞ്ഞാൽ വേറൊരു വൈബായിരിക്കുള്ളൂ ഇതിൻ്റെ ഉള്ളിലേക്ക്. ഇതാണ് ആ കാട്. ഈ കാടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വഴി പോയേക്കുന്നത്. ഇത് ബാക്ക് സൈഡ് വേറെ 3ാമത്തെ സൈഡാണിത്. വലിയ കൊടുങ്കാടാണിത്. ഇതിൻ്റെ ഉള്ളിൽ നോക്കി കഴിഞ്ഞാൽ കാണില്ല, കാട് ഏക്കറാണ് ഇങ്ങനെ എടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ രാത്രിയൊക്കെ ഒന്ന് പെട്ടു എങ്ങാനും കയറി കഴിഞ്ഞാൽ അങ്ങനത്തെ സ്ഥലമാണിത്. ഇവിടെ ഇതും ഒരു സൈഡ് തന്നെയാണ്. ഈ സൈഡിലാണ് ഈ കുളമുണ്ട്. കുളത്തിൽ നല്ല വലിയ കാർപ്പ്, ഗോൾഡ് ഫിഷൊക്കെ കിടക്കുന്നുണ്ട്. നല്ല നല്ല മീനുകളൊക്കെ. പക്ഷെ അതിനൊന്നും പിടിക്കാൻ പാടില്ല. ഇതൊരു സ്റ്റെപ്പാണിത്. ഇത് കാടിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന സ്റ്റെപ്പാണ്. ഈ വഴി നിങ്ങളുടെ പോണേന്നറിയില്ല. ഒരു മരങ്ങളെന്ന് പറഞ്ഞാൽ നല്ല ഭയങ്കര പഴക്കമുള്ള മരങ്ങളാണ് കൊടുക്കുന്നത്. വർഷങ്ങൾക്ക് പഴക്കമുള്ള മരങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. ഇതാണ് ആ കുളം. ഈ കുളത്തിലാണ് ഈ കാർപ്പ് ഇതൊക്കെ കിടക്കുന്നുണ്ട്. ഗോൾഡ് ഫിഷ്. ഗേറ്റൊക്കെ നല്ല താഴോട്ട് പൂട്ടിയിട്ട് ഇതൊന്നും തുറക്കാറുമില്ല ഈ കുളം. ശരിക്കും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുട്ടോണ്ട് കഴിഞ്ഞാൽ പേടിച്ച് ചാവോടുന്ന് കഴിഞ്ഞാൽ. അത്ര വലിയ കാടാണ്. ഇതിൻ്റെ ഉള്ളിൽ കാണാനുണ്ട്. ഇത് കുളമൊക്കെ കിടക്കണം. പക്ഷേ ഈ കുളത്തിൻ്റെ ഉള്ളിലേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങിയാൽ തെന്നിയൊക്കെ വീഴും. പക്ഷേ ഇത് എങ്ങനെയെന്ന് അറിയില്ല. ഈ സ്ഥലങ്ങളൊക്കെ ആയിരിക്കുമില്ലേ ഇതില്ലാത്ത സ്ഥലങ്ങളാണ്. പഴയ കാലത്തെ ചരിത്രപരമായ സ്ഥലങ്ങളൊക്കെയാണ് ഇത്. കറങ്ങാനാണെങ്കിൽ ഇനി കുറേ ഉണ്ട് കാടപ്പുറത്തപ്പുറം. ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. നേരെ ഈ സൈഡിലേക്ക് കയറി കറങ്ങി തിരിഞ്ഞ്. ഇത് ബാക്ക് സൈഡാണിത്. ബാക്ക് സൈഡ് മൂലമുണ്ട്.
മുറ്റമൊക്കെ നല്ല ഭംഗിയാണ്, നല്ല അടിപൊളി വൈബാണ് കേട്ടോ. അപ്പോൾ ഈ ക്ഷേത്രമൊക്കെ ഒന്ന് വന്ന് കാണാം. പെരുമ്പാവൂരാണത് സ്ഥലം.